ചില മേഘങ്ങൾ കിലോമീറ്ററുകൾ ഹൈറ്റുള്ള വലിയ തണ്ടർസ്റ്റോം മേഘങ്ങളായിരിക്കും. ഇത്തരം മേഘങ്ങളുടെ താഴെ ഭാഗത്ത് തണുപ്പ് കുറവും മുകൾ ഭാഗത്ത് കഠിനമായ തണുപ്പുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം മേഘങ്ങൾക്കുള്ളിൽ ഒരേ സമയം തന്നെ ജലത്തുള്ളികളും ഐസ് ക്രിസ്റ്റൽസും ഗ്രോപ്പൽ എന്ന് വിളിക്കുന്ന മൃദുവായ മഞ്ഞുപാളികളും ഉണ്ടാകും. ഈ മേഘങ്ങൾക്കുള്ളിൽ ശക്തമായ വായുപ്രവാഹം ഒരു കാറ്റുപോലെ വളരെ വേഗത്തിൽ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കും. ഈ വായുപ്രവാഹം ജലത്തുള്ളികളെയും ഐസ് ക്രിസ്റ്റൽസിനെയും ഗ്രൗപ്പലുകളെയും മേഘത്തിനുള്ളിൽ ചലിപ്പിക്കുകയും അവ നിരന്തരം പരസ്പരം കൂട്ടിയിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവ നിരന്തരം കൂട്ടിമുട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കാൻ തുടങ്ങുന്നു. ഈ കണികകൾക്കിടയിൽ ചെറിയ ഇലക്ട്രിക് ചാർജുകൾ രൂപപ്പെടാനും കൈമാറ്റം ചെയ്യപ്പെടാനും തുടങ്ങുന്നു. ചില സമയത്ത് നമ്മൾ ഡോർ ഹാൻഡിലിൽ തൊടുമ്പോൾ ഒരു ചെറിയ ഷോക്ക് അടിക്കാറില്ലേ? ഇതിനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. മേഘങ്ങൾക്കുള്ളിലെ ഈ കണികകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും ഈ പ്രക്രിയ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ വളരെ വലിയ അളവിലും ശക്തമായ രീതിയിലുമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചാർജുകൾ മേഘത്തിനുള്ളിൽ വേർതിരിയാൻ തുടങ്ങുന്നു. സാധാരണയായി ഭാരം കുറഞ്ഞ ഐസ് ക്രിസ്റ്റൽസ് പോസിറ്റീവ് ചാർജ് കൈവരിച്ച് മുകളിലേക്ക് നീങ്ങുന്നു. ഭാരമേറിയ കണികകൾ നെഗറ്റീവ് ചാർജായി മേഘത്തിന്റെ താഴെ ഭാഗത്ത് തന്നെ നിലനിൽക്കുന്നു. ഇത് ആകാശത്ത് വലിയൊരു ബാറ്ററി രൂപപ്പെട്ടതുപോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാരണം ഭൂമിയുടെ ഉപരിതലം താരതമ്യേന പോസിറ്റീവ് ചാർജായി മാറുന്നു. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഈ വ്യത്യാസത്തെ ബാലൻസ് ചെയ്യാൻ പ്രകൃതി എപ്പോഴും ശ്രമിക്കും. ചാർജിലെ ഈ വേർതിരിവ് കൂടി വരും തോറും അവയ്ക്കിടയിലെ ആകർഷണവും കൂടുന്നു. സാധാരണയായി വായു ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് വായുവിലൂടെ വൈദ്യുതി എളുപ്പത്തിൽ കടന്നുപോകില്ല. എന്നാൽ ഇലക്ട്രിക് ഫോഴ്സ് വായുവിന് താങ്ങാൻ കഴിയുന്നതിലും അതിശക്തമാകുമ്പോൾ വായുവിൻ്റെ ഈ തടസ്സത്തെ തകർക്കാൻ അതിന് സാധിക്കുന്നു. ഈ സമയം വായുവിലൂടെ വൈദ്യുതി കടന്നുപോകാൻ വഴി തുറക്കുന്നു. ഇങ്ങനെ വായുവിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വൈദ്യുത പ്രവാഹമാണ് മിന്നൽ. ഇത് സംഭവിക്കുമ്പോൾ വലിയ അളവിലുള്ള ഊർജമാണ് പുറന്തള്ളപ്പെടുന്നത്. ഈ ഊർജം ചുറ്റുമുള്ള വായുവിനെ പെട്ടെന്ന് ചൂടാക്കുന്നു. ഇത് സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ കൂടുതൽ ചൂടായിരിക്കും. വായുവിൻ്റെ പെട്ടെന്നുള്ള ഈ വികാസം ഒരു ശക്തമായ പ്രഷർ വേവ് ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ഇടിമുഴക്കമായി കേൾക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞാൽ ഇടിയും മിന്നലും വേറെ വേറെയല്ല. മിന്നൽ കാരണം വായു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് ഇടിമുഴക്കം. പ്രകാശം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് മിന്നൽ നമ്മൾ ആദ്യം കാണുന്നു. എന്നാൽ ശബ്ദം വായുവിലൂടെ പതുക്കെ സഞ്ചരിക്കും. അതുകൊണ്ടാണ് മിന്നലിന് ശേഷം മാത്രം നമ്മൾ ഇടിശബ്ദം കേൾക്കുന്നത്.